പ്രതിസന്ധികൾ സൃഷ്ടിച്ച് കേരളത്തെ ഇല്ലാതാക്കാൻ BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോഴും വെല്ലുവിളികളെ മറികടക്കാനും കേരളത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും കഴിയുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ മൂന്നാം ബഡ്ജറ്റ്. തളർന്നു പോകുമെന്ന് കരുതിയ സാഹചര്യങ്ങളിലെല്ലാം കുതിച്ചുയർന്ന് കേരളത്തിൻ്റെ ചരിത്രം കരുത്താക്കി കുതിപ്പിന് ഊർജം പകരുന്ന പദ്ധതികൾ നിറഞ്ഞതാണ് ഈ ബജറ്റ്. ഈ ബജറ്റിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബജറ്റിൽ ഒതുങ്ങി നിന്നും ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നാട്ടുമ്പുറത്തൊരു ഭാഷയുണ്ട്, ഇലയെ ചവിട്ടി വഴക്കുണ്ടാക്കുക. അതിനുതകുന്ന നിലപാടാണ് പ്രതിപക്ഷം ഈ നിയമസഭാ സമ്മേളനത്തിലുടനീളം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ പ്ലക്കാർഡും ബാനറും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ. അതെടുക്കാൻ പോയിരിക്കുകയാണ്. യെസ്. അപ്പം ഈ നിലയിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഉത്തരവാദിത്തം കാണിക്കാതെ തങ്ങളുടെ താല്പര്യം തികച്ചും കേരള വിരുദ്ധ താല്പര്യമായി UDF മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഉടനീളം കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിനോട് കേന്ദ്ര ഗവൺമെൻറ് ക്രൂരമായ ഈ സമീപനം ധനഞെരുക്കമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പിനെ നിയന്ത്രിക്കുന്ന നിയമവിരുദ്ധ നടപടികൾ റദ്ദു ചെയ്യുക എന്ന നിലപാട് ഉയർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. സംസ്ഥാന നിയമപ്രകാരം നിശ്ചയിക്കപ്പെട്ട അർഹമായ കടമെടുപ്പ് പരിധി ഭരണഘടനാ വിരുദ്ധമായി വെട്ടിച്ചുറുക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. സംസ്ഥാനങ്ങൾ വായ്പ എടുക്കുന്നത് അനിയന്ത്രിതമായി തടയാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട് എന്നാണോ കോൺഗ്രസ് പറയുന്നത്? നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രചരണം നടത്തുന്നതായി നമുക്ക് കാണാം. ഭരണഘടനയോടൊപ്പമാണ് കോൺഗ്രസും ഈ മാധ്യമങ്ങളും നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭരണഘടനയിലെ 293 വകുപ്പ് തെറ്റായി വ്യാഖ്യാനിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ കടമെടുക്കാനുള്ള അവകാശത്തിന്മേൽ കടന്നു കയറുന്നതിനെതിരായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. 293 വകുപ്പ് പ്രകാരം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വായ്പാ ഇനത്തിൽ സംസ്ഥാനത്തിന് കുടിശ്ശികയുണ്ടെങ്കിൽ കേന്ദ്ര അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാനങ്ങൾക്ക് വായ്പയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകിയ വായ്പയിൽ സംസ്ഥാനത്തിന് കുടിശ്ശികയുണ്ടെങ്കിൽ 293 പ്രകാരം മറ്റു വായ്പകൾക്ക് കേന്ദ്ര അനുമതി ആവശ്യമില്ല എന്നതാണ്. 293 വകുപ്പിൻ്റെ സ്പിരിറ്റ് ഇങ്ങനെയായിരിക്കെ ഇത് ഉൾക്കൊള്ളാതെയാണ് കേന്ദ്ര സർക്കാർ ഈ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ വായ്പ അധികാരത്തെ വെട്ടിച്ചുരുക്കുന്നത് എന്നതാണ് വസ്തുത. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളല്ല കോൺഗ്രസും UDFും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ഒറ്റിക്കൊടുക്കാൻ തഞ്ചം പാർത്ത് നിൽക്കുക, മലയാളികൾക്കെതിരാ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. നൂറ്റാണ്ട് കണ്ട പ്രളയം കേരളത്തെ സഹായിക്കാൻ ചില രാജ്യങ്ങൾ തയ്യാറായപ്പോൾ BJP ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് ആ സഹായത്തിന് തടസ്സം നിന്നത്, പ്രളയദുരിതാശ്വാസത്തിനായി കേരളത്തിന് അനുവദിച്ച അരി അതിൻ്റെ പണം കൊടുക്കണം എന്ന് BJP കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പോൾ അത് എതിർക്കാതിരുന്നത്, പ്രളയത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് അയച്ച ഹെലികോപ്റ്ററിൻ്റെ വാടക ചോദിച്ചതിനെതിരായി ഒരഭിപ്രായം പോലും പാർലമെൻറ്റിനകത്ത് കേരളത്തിൽ നിന്നുള്ള MP-മാർ പറയാതിരുന്നത്, നോട്ട് നിരോധനം എതിർക്കാതിരുന്നത്, അത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചത്, നോട്ട് നിരോധനത്തെ തുടർന്ന് സഹകരണ ബാങ്കുകളെ അവഗണിച്ച ഘട്ടത്തിലെ ഒരു യോജിച്ച സമരം റിസർവ് ബാങ്കിൻ്റെ നടപടിക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറാകാതിരുന്ന നടപടി, കേരളത്തിൻ്റെ വികസനം, കേരളയിൽ ഉൾപ്പെടെയുള്ളവ പാർലമെൻറ്റിനകത്ത് നിരന്തരമായി കേരള വികസനത്തെ എതിർത്തുകൊണ്ട് നടത്തിയ MP-മാരുടെ പ്രസംഗങ്ങൾ നമുക്കറിയാം. പ്രളയ കാലഘട്ടത്തിലെ നമ്മുടെ സംസ്ഥാനത്തിന് വിദേശ
അല്ലെങ്കിൽ രാജ്യങ്ങളുടെ, നമ്മളെ സ്നേഹിക്കുന്ന രാജ്യങ്ങളുടെ സഹായം നിഷേധിക്കാമെന്നുണ്ടെങ്കിൽ PM കെയർ വഴി കോവിഡ് കാലഘട്ടത്തിലെ ഒരു കണക്കുമില്ലാതെ ശേഖരിച്ച പണത്തെ സംബന്ധിച്ചും അതിൻ്റെ അഴിമതിയെ സംബന്ധിച്ചും അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു അഭിപ്രായം പോലും പാർലമെന്റിലെ വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ പറയുന്നില്ലല്ലോ. നമുക്കറിയാം, മതാധിഷ്ഠിത പൗരത്വ നിയമം അത് ഇപ്പോഴും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. അതിനെതിരായി യോജിച്ച ഒരു സമരം ഉയർന്നു വരണം എന്ന് വന്നപ്പോൾ നിങ്ങൾ വന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇപ്പൊ പാർലമെന്റിനകത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയതിന്റെ മഹിമ ചർച്ച ചെയ്യാൻ ഒപ്പം ഇരിക്കുകയാണ്. ലീഗിന്റെ MP തിരിഞ്ഞു നോക്കുമ്പോൾ കോൺഗ്രസിനെ കാണുന്നില്ല, ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. 2 നിയമസഭ പിന്നെ ഗുജറാത്തിലും ഗോവയിലും ഐകകണ്ഠേന പാസ്സാക്കിയതാണ് പറയുന്നത്. രാമക്ഷേത്രം നിർമ്മിച്ചതിന് പിന്നെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള പ്രമേയം. കോൺഗ്രസിന്റെ MLA മാർ കൂടി അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്ഥാനങ്ങളുടെ ധനകാര്യ മാനേജ്മെന്റ് മഹാമോശമാണ് എന്ന് നിരന്തരമായി വിമർശിക്കുന്ന കേന്ദ്ര ബജറ്റിലെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് ഓരോ വർഷവും എഴുതിത്തള്ളുന്നത്. കോർപ്പറേറ്റുകളോട് കാണിക്കുന്ന ഈ ഉദാര മനസ്കത നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളോടെങ്കിലും നിങ്ങൾ കാണിക്കണം. 400 കോടി രൂപയാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണിയെടുത്ത കൂലി ഇപ്പൊ കുടിശ്ശികയായി നിൽക്കുന്നത്. പെൻഷന്റെ കഥ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് തൊഴിലാളികൾക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഈ തുകയാണ് ഇപ്പൊ കുടിശ്ശികയായി ഇരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിനെ സംബന്ധിച്ച് കുറ്റം പറയുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന്റെ മുഖമുദ്രയായ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച ബോട്ടാണ് അയോധ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയത് എന്നെങ്കിലും പറയാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കാകണം. വർത്തമാനം പറയുന്നതിനിടയിൽ ധനമന്ത്രിക്ക് ഗതി കൊണ്ടുകൊണ്ടാണെങ്കിൽ പോലും നിർമ്മല സീതാരാമന് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ രാജ്യം 3ാമതെത്തിയത് കേരളത്തിന്റെ കൂടി പ്രധാനപ്പെട്ട പങ്കിന്റെ ഭാഗമാണെന്ന് പറയേണ്ടി വന്നു. അപ്പൊ നമ്മുടെ നികുതി പണം പിഴിഞ്ഞ് നമ്മുടെ വാട്ടർ മെട്രോ അടിച്ചു മാറ്റി നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ പിൻഫലത്തില് ഗമ കാണിച്ച് അവസാനം കേരളത്തെ പരിഹസിക്കുന്ന ഈ നിലപാടിനെതിരായ ശക്തമായ അഭിപ്രായ പ്രകടനം കേരളത്തിന്റെ അകത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കണക്കുകളും യാഥാർത്ഥ്യങ്ങളുമെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലയാളികൾക്കെതിരായ ഈ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ എന്ന് പറയുന്ന പത്രങ്ങളും ആ നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുക, രാജ്യഭരണത്തെ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. ചെങ്കോലൊക്കെ തന്നെ തപ്പിപ്പിടിച്ച് പാർലമെന്റിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിന് ഒരു മാതൃകയുണ്ട്. അത് വികസന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ അപകടത്തിലാക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരായും നിലപാടെടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. സാർ, ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചൊരു കാര്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കിഫ്ബി പദ്ധതികൾ വളരെ കുറവാണ്. അപ്പൊ കിഫ്ബി പദ്ധതികളുടെ പേരിൽ ഉച്ചം കൊള്ളുന്ന ഒരുപാട് പ്രതിപക്ഷ MLA മാർ ഉൾപ്പെടെ അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ധനകാര്യമന്ത്രി 2017-18 പ്രഖ്യാപിച്ച ബജറ്റ് പ്രസംഗത്തില് ആരോഗ്യരംഗത്ത് ദ്വിതീയ തൃതീയ മേഖലകളിൽ ചെലവ് കുറഞ്ഞ വിദഗ്ധ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച 2000 കോടി രൂപയിൽ നിന്നും വടക്കാഞ്ചേരി ഓട്ടുപാറയിലുള്ള ജില്ലാ ആശുപത്രിക്ക് ഒരു IP ബ്ലോക്ക് പണിയുന്നതിനാവശ്യമായ നിലയിലുള്ള സംഖ്യ കിഫ്ബിയിൽ നിന്ന് അനുവദിക്കണം എന്ന നിർദ്ദേശമാണുള്ളത്. വടക്കാഞ്ചേരിയും കുന്നംകുളവും ചേലക്കരയും ഉൾപ്പെട്ട വിവിധ പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി പണം അനുവദിക്കണം എന്നുകൂടി ഇതിന്റെ ഭാഗമായി പിന്നെ ആവശ്യപ്പെടുന്നു, ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുന്നു.